ഹായ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞാൻ തിരുവണ്ണാമലയിൽ ഇരുന്നപ്പോഴത്തേക്ക് ഒരുപാട് സംഭവങ്ങളുണ്ടായി. അതിൽ പലതും വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യരുടെ അനുഭവം എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവ് ആയിരിക്കും. നമുക്ക് ഞാൻ ലോകത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. നിങ്ങൾ കാണുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല. ഒരാളുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്താണെന്ന് നമ്മൾക്ക് ചുമ്മാ ഒന്ന് ഗസ് ചെയ്യാമെന്നല്ലാതെ ആർക്കും സയൻസിന് പോലും അത് എക്സ്പ്ലെയിൻ ചെയ്യാനാവില്ല, റിയലൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഇത് വൈറ്റ് കളറാണെന്നുള്ള ഒരു എഗ്രിമെൻറ്റിലാണ് നമ്മൾ രണ്ടുപേരും. അതായത് ഞാൻ പറയുന്നത് വെള്ളയാണ് നിറം, നിങ്ങളും പറയണം ഓക്കെ ഇത് വെള്ളയാണ് നിറം എന്ന്. കാരണം ഇതിൽ രണ്ടിലും ഒരേപോലെ എന്തോ നമ്മൾ കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വെള്ളയാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെന്താണോ നമ്മൾ കാണുന്നത് അതിന് നമ്മൾ വെള്ള എന്ന് പറയുന്നു. പക്ഷേ ഈ വെള്ള എന്ന പേരിൽ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച് ഇതിൽ ഞാൻ കാണുന്ന നിറം അത് തന്നെയാണോ നിങ്ങളും കാണുന്നതെന്ന് ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതിന്. അപ്പോൾ അതുപോലെ തന്നെയാണ് തിരിച്ച് വൈസ് വേഴ്സ അത് സംഭവിക്കുക. അപ്പോൾ ഈ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റായിട്ട് വേരി ചെയ്ത് നിൽക്കും. ഞാനിപ്പോൾ ഇത്രയും ഇങ്ങനെ വളഞ്ഞ് പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ പലർക്കും അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. ഇത് ഒരു ശാസ്ത്രീയപരമായ വ്യൂ പോയിന്റിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും സാധിക്കില്ല. ഓക്കെ, മുഖവരെയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കാര്യത്തിലേക്ക് വരാം. ഞാൻ ആദ്യമായിട്ട് എനിക്കൊന്ന് കഴിഞ്ഞ തവണ തിരുവണ്ണാമലയിൽ പോകുന്ന 2024 അവിടെ വെച്ച് ഞാൻ ഈ ഡേവിഡ് ഗോൾഡ്മാൻ എന്ന് പറയുന്ന രമണ മഹർഷിയെ പറ്റി ഒരുപാട് ബുക്കൊക്കെ എഴുതിയ ആളെ കണ്ടപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഈ സംസാരം എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്തെ ഞാൻ ചോദിച്ചു, ഇവിടെ എൻലൈറ്റൻഡ് ആയി എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ ഒരുപാട് എൻലൈറ്റൻഡ് ആയ ആൾക്കാരെ പറ്റി കേട്ടിട്ടുണ്ട്. രമണ മഹർഷിയുടെ കാലത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു, രമണ മഹർഷിക്ക് ശേഷം ഒരുപാട് പേര് ജീവിച്ചിരുന്നു, അവരൊക്കെ ഇപ്പോൾ മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് ഡിസേബിൾസ് ആയിരുന്നവർ. ഇപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡേവിഡ് ജി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ ഒന്നും ക്ലെയിം ചെയ്യുന്നില്ല, എനിക്കങ്ങനെ ഒന്നും ക്ലെയിം ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. പക്ഷെ വേണമെങ്കിൽ ഞാൻ ഒരാളെ റെക്കമെൻഡ് ചെയ്യാം, നിങ്ങൾ അയാളെ പോയി കണ്ടു നോക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് ആളെ പറഞ്ഞിരുന്ന സ്ഥലവും പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഗംഗാമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പറ്റിയാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത്. ഈ ഗംഗാമ്മ എന്ന് പറയുന്ന സ്ത്രീ ഈ തിരുവണ്ണാമലയ്ക്ക് അടുത്ത് തന്നെ താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. പിറ്റേന്ന് രാവിലെ 9:30 അവിടെ സത്സംഗം ഉണ്ടായിരുന്നു അവരുടെ ഒരു വീട്ടിൽ. ഞാൻ ഒബ്വിയസ്ലി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ കൺവിൻസ് ചെയ്ത്, ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല തവണ, ഞങ്ങൾ ആ സത്സംഗത്തിൽ പങ്കെടുത്തു. ഞാൻ ആ സത്സംഗത്തിൽ പോകുന്ന വഴിക്ക് എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ. സംതിങ് റിലേറ്റഡ് ടു ദ പീപ്പിൾ അറൗണ്ട് മീ, എൻ്റെ കൂടെ വന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ആ സത്സംഗത്തിൽ ഇരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും തോന്നിയില്ല ഇദ്ദേഹം ഒരു ജ്ഞാനിയാണെന്നോ അല്ലെങ്കിൽ സെൽഫ് ഹൈലി റിയലൈസ്ഡ് പേഴ്സൺ ആണോ ഒന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ ആ ഹാളിൻ്റെ ഏറ്റവും ബാക്ക് റോയിലാണ് ഇരുന്നത്. ആ വീടിൻ്റെ മുകളിലൊരു ഹാളിലാണ് ഈ സത്സംഗം നടക്കുന്നത്. ഏറ്റവും ബാക്ക് റോയിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ആദ്യം ഒരു 1 മണിക്കൂറോളം എല്ലാവരും സൈലൻസിലിരുന്നു, ആരും ഒന്നും ചോദിച്ചില്ല, എല്ലാവരും വെറുതെ ഇരുന്നു. ഈ ഗംഗാമ്മയും വന്ന് അവിടെ വെറുതെ ഇരുന്നു. അപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല, എനിക്കത് പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നുമില്ല, നത്തിങ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ അതിനുശേഷം ആരോ 1-2 ചോദ്യം ചോദിച്ചിരുന്നു. അത് ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. ഞാൻ ബാക്കിലായിരുന്നതുകൊണ്ടും മൈക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നത് അല്ലാത്തത് കൊണ്ടും എനിക്കത് മനസ്സിലായിരുന്നില്ല എന്താണ് ചോദിച്ചതെന്ന്. കാരണം എനിക്കൊന്ന് അന്ന് അവർ ഉപയോഗിച്ചത് സാധാ മൈക്കാണ്. ഇപ്പം മറ്റേ എല്ലാ നോയിസ് ക്യാൻസലേഷനൊക്കെ ഉള്ള മൈക്കാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ക്ലാരിറ്റിയിൽ മനസ്സിലാവും. എനിവേ, അപ്പം ഞാൻ മനസ്സിലൊരു കാര്യം ആഗ്രഹിച്ചു. എനിക്ക് ഒരു അനുഭവവുമില്ല, പക്ഷേ എനിക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടൊരു വഴി ഞാനിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ ഭാഗ്യം കൊണ്ടോ കോയിൻസിഡൻസ് കൊണ്ടോ അത് സംഭവിക്കുകയുണ്ടായി. അത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ, അപ്പോൾ അന്ന് ഡേവിഡ് ജി അവിടെ വന്നിരുന്നു. ഞാൻ ഈ സത്സംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഡേവിഡ് ജിയെ കണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചു ഞാൻ. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട്, എന്തെങ്കിലും വാട്ട് ഡു യു ഫീൽ എന്ന് എന്നോട് ചോദിച്ചു. ഐ ഡോണ്ട് നോ, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തില്ല. ഓക്കെ, ഇറ്റ്സ് ഓൾ അപ് ടു യു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, താങ്ക് യു. ഞാൻ ആ ഒരു തവണ കഴിഞ്ഞ് പോയി. ഫാസ്റ്റ് ഫോർവേഡ് ഇത്തവണ ഞാൻ തിരുവണ്ണാമലയിൽ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പേ പോയിരുന്നു. 2 വർഷം കഴിഞ്ഞാണ് ഞാൻ അവിടെ പോകുന്നത്. നിങ്ങൾക്ക് പലതവണ പോകാൻ പ്ലാൻ ചെയ്ത് പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, ചില ആളുകളെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്യുന്നതിനിടയിൽ തന്നെ എനിക്കവിടെ ഈ ഗംഗമ്മയെ മുമ്പ് എനിക്ക് കണ്ടതാണല്ലോ, അപ്പോൾ അതൊക്കെ അനുഭവമൊന്നും ഉണ്ടായില്ല. എന്നിരുന്നാലും ഒന്നും കൂടി പോകാമെന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ സെക്കൻഡ് ഡേ അവിടെ പോയി. ഞാൻ ഈ സെക്കൻഡ് ടൈം അവിടെ പോകുമ്പോൾ വളരെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എനിക്ക് ഉണ്ടായിരുന്നു. എന്ത് വേണം എന്ത് വേണ്ട എന്നൊരു കൺഫ്യൂഷനിലാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ അവിടെ ചെന്ന് ഞാനിരിക്കുന്നു. എൻ്റെ മനസ്സിലിങ്ങനെ ഒരുപാട് തോട്ട്സ് ഇങ്ങനെ റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ പൊതുവേ തോട്ട്സിനെ മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ എന്തോ അവിടെ ഇരുന്നപ്പോൾ ഭയങ്കരമായിട്ട് തോട്ട്സ് തന്നെ റഷ് ചെയ്തു. ഭയങ്കര ഇറിറ്റബിൾ ആയിരുന്നു എനിക്ക്. ഒരു സുഖം ഫീൽ ചെയ്തില്ല. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നു. ഒന്നും നടക്കുന്നില്ല. മേ ബി ഞാൻ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തതുകൊണ്ടായിരിക്കും ഒന്നും നടക്കാത്തത്. ഞാൻ 1 മണിക്കൂറോളം അവിടെ ഇരുന്നു. അതന്ന് എനിക്കൊന്ന് പൗർണമിയിലൊന്നാണ് ഞാൻ അവിടെ ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് ലൈക്ക് അവരുടെ ഒരു 9:30 ആയപ്പോഴത്തേക്ക് ഗംഗാമ്മ വന്നു. എല്ലാവരും കൂടി ഇരിക്കുന്നു. ഒരു മണിക്കൂറോളം വെറുതെ എല്ലാവരും ഇരിക്കുന്നു. ഒരു 10:30 ആകുമ്പോഴത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കുന്നു. അതിനവരൊരു മറുപടി പറയുന്നു. തിരിച്ചു പോകുന്നു. കംപ്ലീറ്റ്ലി ഓവർ. ഓക്കെ, അന്നും ഒന്നും തോന്നിയില്ല. ഞാൻ വിട്ടു, അത് പോയി. അപ്പം നെക്സ്റ്റ് ഡേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ നെക്സ്റ്റ് ഡേ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. രാവിലെ ഒരുപാട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗംഗാമ്മയെ കാണാൻ അന്ന് പോകേണ്ട കാര്യമില്ല. അവർ 9:30 സാധാരണ അവരെ കാണാൻ പറ്റുന്നത്. കാണേണ്ട കാര്യമൊന്നുമില്ല എനിക്ക്. പ്രത്യേകിച്ച് നമ്മൾ ഫീലിംഗ് എനിത്തിങ്. പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് ഞാനും വിചാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അന്ന് രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തു കഴിഞ്ഞു. വൈകുന്നേരമായി. ഞാൻ വളരെ ടയർഡായി. കാരണം അവിടെ വന്നത് നല്ല ചൂടായിരുന്നു. മഴക്കാലമാണെന്ന് പറയുമെങ്കിലും അവിടെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ചൂടായിരുന്നു. ഒരു മെയ് മാസത്തിലൊക്കെ കേരളത്തിൽ എന്തായിരുന്നു ചൂട്, ആ ചൂട് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ചൂടത്ത് ഡീഹൈഡ്രേറ്റൊക്കെ ആയി ഇങ്ങനെ ഭ്രാന്തായി നടക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം അവിടെ എന്ത് ചെയ്യാം. അപ്പം അന്ന് എനിക്ക് ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ പോകണം, ചില ആളുകളെ കാണണം. ഇതെല്ലാം കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാന്ന് ഞാൻ ആലോചിച്ചു. ഇങ്ങനെ രമണാശ്രമത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ രമണാശ്രമത്തിൽ ഞാൻ പോയി. അവിടെ ഇത് വളരെ ക്രൗഡഡ് ആണ്. എനിക്ക് ഒരുപാട് ക്രൗഡ് വലിയ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളല്ല. രമണാശ്രമത്തിൽ ഇപ്പോൾ ഏതൊരു വർക്കിംഗ് ഡേ പോലും ഒരു സ്പെഷ്യാലിറ്റി, അതായത് ഒരു നോർമൽ ഡേ പോലും വളരെ തിരക്കാണ്. ഇപ്പോൾ വലിയ തിരക്കായി. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി കുറച്ച് നേരം വെറുതെ ഇരിക്കാമെന്ന് എനിക്ക് തോന്നി. ഞാനിങ്ങനെ എവിടെ പോകുന്നു ചുമ്മാ സെർച്ച് ചെയ്തപ്പോഴാണ് യാദർച്ഛികമായി ഞാൻ ഒരു കാര്യം കണ്ടത്. ഈ ഗംഗാമ്മയുടെ അവിടെ 2 ദിവസം, അതായത് ചൊവ്വാഴ്ചയിലും വെള്ളിയാഴ്ചയിലും വൈകുന്നേരം 5:30 മണിക്കൂർ സത്സംഗമുണ്ട്. അപ്പം ഞാൻ വെച്ചു എന്തായാലും വെറുതെ ഇരിക്കില്ല, അവിടെ പോവാം. അവിടെ പോയതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. കാരണം അവിടെ AC ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചൂടത്ത് കുറച്ച് നേരം അവിടെ പോയി തണുപ്പത്തിരിക്കാമല്ലോ എന്നായിരുന്നു എൻ്റെ പ്രധാന ചിന്ത. അപ്പോൾ അവിടെ ആരും ഒന്നും ബഹളമൊന്നും വയ്ക്കാറില്ല. എല്ലാവരും സൈലൻ്റായി വെറുതെ ഇരിക്കുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാമല്ലോ എന്ന് ഞാനും കരുതി. ഈ ഒരു ക്രൗഡ്, അതായത് തിരുവണ്ണാമല നല്ല തിരക്കുള്ള പ്ലേസ് ആയതുകൊണ്ട് ക്രൗഡിൽ നിന്ന് മാറിയിരിക്കാം എന്ന് കരുതി ഞാൻ അവിടെ പോയി. ഞാൻ അവിടുത്തേക്ക് ഓൾമോസ്റ്റ് ആളുകളെല്ലാം മേലെ എത്തിയിരുന്നു. ഞാൻ അവിടെ ഒരാളെ പരിചയപ്പെട്ടു. കരൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഗുജറാത്തിൽ നിന്ന്. അദ്ദേഹത്തോട് കുറച്ച് നേരം സംസാരിച്ചു. ഗംഗാമ്മ വരുന്നൊരു ടൈമായി. എല്ലാവരും മുകളിലത്തെ നിലയിലേക്ക് പോയി ആ വീടിൻ്റെ. ഞാനും കയറി ഒരു വെള്ളമൊക്കെ ആയിട്ട് പോയി വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു. നോക്കൂ, ദിസ് ടൈം ഞാൻ അവിടെ പോയപ്പോൾ എനിക്കൊരു ആവശ്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാനൊന്നും പ്രതീക്ഷിച്ചല്ല പോയത്. ഞാൻ ഒന്നിനും വേണ്ടിയല്ല പോയത്. എനിക്കവിടെ കുറച്ച് നേരം തണുപ്പത്ത് വെറുതെ ഇരിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ വാസ് നോട്ട് എക്സ്പെക്റ്റിംഗ് ഫോർ എനിത്തിങ്. ഞാനൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്കൊന്നും അറിയണമെന്നുണ്ടായിരുന്നു. അതായത് അവരൊരു ജ്ഞാനിയാണോ എന്ന് പോലും അറിയണമെന്ന് എനിക്കപ്പോൾ ഉണ്ടായിരുന്നില്ല. ആൻഡ് സംതിങ് സ്ട്രേഞ്ച് ഹാപ്പൻഡ്. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം അപ്പോൾ സംഭവിച്ചു. സത്സംഗം ആരംഭിക്കുന്നു. കറക്റ്റ് 5:30 മണിയാകുമ്പോൾ ഗംഗാമ്മ ഹോളിൻ്റെ അടുത്ത് വാതിൽ നിന്ന് കയറി വന്നു. അവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്. ചെയറിലിരിക്കുന്നു, വെറുതെ ഇരിക്കുന്നു. ഐ വാസ് നോട്ട് ബോതേർഡ് അബൌട്ട് ഹർ. ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നോക്കി, ആദ്യത്തെ 2 തവണ ഞാൻ അവിടെ പോയപ്പോൾ അവിടെ AC ചൂടത്തുനിന്ന് AC കയറി ഇരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരും. അവിടെ ഒരു 50 പേര് ഇരിപ്പുണ്ടെങ്കിൽ അതിൽ 49 പേര് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഹാളിൽ. അത് ആ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ആ ഒരു തണുപ്പൊക്കെ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. ഒരു കാംനെസ് ഉണ്ടല്ലോ. ഇപ്പോൾ വളരെ സ്ട്രെസ് ഫ്രീ ആയി കാമായ ഒരു എൻവയോൺമെൻറ്റിൽ ആളുകൾക്ക് പെട്ടെന്ന് ഉറക്കം വരും. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കും കഴിഞ്ഞ 2 ദിവസം ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 3rd ഡേ, ഈ 3ാമത്തെ ദിവസം എന്തോ എനിക്ക് ഉറക്കം വന്നില്ല. ഞാനവിടെ വെറുതെ ആയിരുന്നു. കുറച്ച് നേരം ഞാൻ ഗംഗാമ്മയെ നോക്കിയിരുന്നു. അവരുടെ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സ്, അവരുടെ ലുക്കൊക്കെ എന്താണെന്നൊക്കെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അവരുടെ വസ്ത്രധാരണം, അവിടെ വെച്ചിരുന്ന കുറേ ഫോട്ടോകൾ, രമണ ഭഗവാന്റെ ഫോട്ടോയൊക്കെ അവിടെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ. അവിടെ വേറെ കുറേ ഫോറിനേഴ്സ് ഉണ്ട്, മലയാളികളുണ്ട്, ഹിന്ദിക്കാരുണ്ട്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാവരും ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ക്ലോസ് ആയിട്ട്. അത് കഴിഞ്ഞ് ഐ വാസ് ലൈക്ക് ഓക്കെ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കണ്ണടച്ച് വെറുതെ ഇരിക്കാമെന്ന് കരുതി ഞാൻ ചുമ്മാ കണ്ണടച്ചങ്ങിരുന്നു. കാരണം എനിക്കവിടെ കാണാനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കണ്ണടച്ച് വെറുതെ ഇരുന്നു. നോക്കൂ, ബോധോദയത്തിനുള്ള യഥാർത്ഥ തടസ്സം നമ്മൾ എന്തെങ്കിലും ആയിത്തീരണം, എന്തെങ്കിലും നേടണം, എന്തെങ്കിലും അനുഭവം വേണമെന്നുള്ള ആ ഒരു ആവശ്യം, ആ ഒരു ഡിസയർ ആണെന്ന് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്.
ആ നിമിഷത്തിൽ എനിക്ക് യാതൊരു ഡിസയറും ഇല്ലാതിരുന്നത് കൊണ്ടാണോ അല്ലെന്നൊന്നും എനിക്കറിയില്ല. നോക്കൂ, ഐ കാൺട്ട് എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്. ആൻഡ് ഐ ഹോപ്പ് യു വിൽ ലിസൺ ടു ദിസ് ഇൻ എ ഓപ്പൺ മൈൻഡ്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പെട്ടെന്ന് എൻ്റെ മനസ്സിലുള്ള തോട്ട്സ് ഓരോന്നായിട്ട് സീസ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. ഓരോ തോട്ട്സ് വരുന്നു, വാനിഷിങ്, വരുന്നു, വാനിഷിങ്, അങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പീസ്ഫുൾ സ്റ്റേറ്റ്. നമുക്ക് തലേ ദിവസം ഞാൻ അവിടെ പോയിരുന്നപ്പോൾ ഞാൻ ഒരാളോടൊരു കാര്യം ചോദിച്ചിരുന്നു. ഒരു കാര്യം ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത ഒരു കാര്യം അനുഭവിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടായിരുന്നു. ആൻഡ് സഡൻലി ഇറ്റ് ഹാപ്പൻഡ്. അതപ്പോൾ അവിടെ സംഭവിച്ചു എന്നുള്ളത് എന്നെ വല്ലാതെ ഞെട്ടിച്ച ഒരു അനുഭവം തന്നെയായിരുന്നു. നമുക്കിത് വെറും ഒരു എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസിന് വലിയ പ്രാധാന്യമൊന്നും യാത്രയിലില്ലാന്ന് എനിക്കറിയാം. നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ ഞാൻ ഇതുവരെ അറിയാത്ത, അല്ലെങ്കിൽ പലരും ഒരു സ്പിരിച്വൽ യാത്രയിൽ മെൻഷൻ ചെയ്ത ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഇതുവരെ അറിയാത്തൊരു എക്സ്പീരിയൻസ് എനിക്കന്ന് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഞാൻ ഓട്ടോമാറ്റിക്കലി കുറച്ച് നേരം കഴിയുമ്പോൾ കണ്ണ് തുറന്നു പോയി. അങ്ങനെ ഒരു ഉറക്കത്തിലോ മയക്കത്തിലോ ഒന്നും ആയിരുന്നില്ല. വളരെ അലേർട്ടായിരുന്നു ഞാൻ. ആ അലേർട്ട്നെസ്സോടുകൂടി തന്നെ എൻ്റെ കണ്ണ് ഓട്ടോമാറ്റിക്കലി തുറക്കുകയാണ് ചെയ്തത്. കണ്ണ് തുറന്നപ്പോഴും ഐ വാസ് ഇൻ എ പ്രൊഫൗണ്ട് പീസ്. ശരിക്കും പറഞ്ഞൊരു വളരെ സുഖം തോന്നി, വളരെ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് തോന്നി. ഇത് ഞാൻ മുമ്പൊരു ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട് വരെ ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അവിടെ അവർ എ സി വെൻറ്റിൽ കൂടി വല്ല മയക്കുമരുന്ന് പമ്പ് ചെയ്ത് വിടുന്നുണ്ടായിരിക്കും. നമുക്ക് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോ. ഞാനന്നാണ് 3ാമത്തെ തവണയാണ് പോകുന്നത്. പക്ഷേ ഐ വാസ് ഫീലിംഗ് പ്രറ്റി ഇൻടോക്സിക്കേറ്റഡ്. ഒരു സുഖം, ഒന്നുമില്ലാത്തതിൻ്റെ സുഖം എന്നൊക്കെ പറയാം. അതാണ് ഏറ്റവും ക്ലോസ് ആയിട്ട് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഒന്നുമില്ലായ്മയുടെ ഒരു സുഖം. ആ സുഖം എനിക്ക് അപ്പം ഉണ്ടായിരുന്നു. നമുക്ക് അന്ന് ഗംഗാമാരുടെ ആരും അധികം ചോദ്യമൊന്നും ചോദിച്ചില്ലെന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ നേരം സൈലൻസിലിരുന്നിട്ട് ലാസ്റ്റ് എന്തോ ഒരു ക്വസ്റ്റ്യൻ എന്തോ ആരോ ചോദിച്ചു. ആ ചോദ്യത്തിനൊരു സിമ്പിൾ ആൻസറും പറഞ്ഞിട്ട് പുള്ളിക്കാർ പോയി. ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. എനിക്കെന്തോ ഐ വാസ് ഫീലിംഗ് സംതിങ് ഐ കാൺട്ട് എക്സ്പ്ലെയിൻ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പുറത്തേക്ക് വന്നു. എൻ്റെ വണ്ടി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഞാൻ പോയി വണ്ടി എടുത്ത് ഞാൻ പോകുന്നതും ഞാൻ വണ്ടി എടുക്കുന്നത്, ഞാൻ വണ്ടി ഓടിക്കുന്നതൊന്നും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഐ ഹാഡ് എ സ്മൈൽ ഓൺ മൈ ഫേസ് ആൻഡ് ഐ വാസ് ഫീലിംഗ് പ്രറ്റി ഗുഡ്. അതാണ് സത്യം. അങ്ങനെ ഞാൻ അവിടെ നേരെ വണ്ടി എടുത്ത് കുറച്ച് ദൂരം പോയി. ഞാൻ നേരെ എൻ്റെ റൂമിൻ്റെ അടുത്തേക്കാണ് പോയത്. പിന്നെ ആ സമയത്തൊരു 5 കിലോമീറ്റർ മാറിയായിരുന്നു ഞാൻ താമസിച്ചിരുന്ന സ്ഥലം. അവിടേക്ക് ഞാൻ പോയി. പോകുമ്പോഴെല്ലാം ഒരു സുഖമുണ്ട്. ഞാൻ വണ്ടി ഓടിക്കുന്ന പോലെ ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ മുതൽ വൈ ദിസ് ഹാപ്പൻഡ് എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ഡൗട്ട് എൻ്റെ തോട്ട്സായിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒബ്സർവേഷൻ, ജസ്റ്റ് ഒബ്സർവിങ് വാട്ട് ഈസ് ഹാപ്പനിങ്, ഐ എം ഫീലിംഗ് ഗുഡ്, തോട്ട്സ് ആർ റഷിങ് അപ്പ്, ചിന്തകൾ ഇങ്ങനെ കയറി വരുന്നു. ഇതിനെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ റൈഡ് ചെയ്ത് പോയി. കുറച്ച് ദൂരം പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാം എന്ന് കരുതി. കാരണം മണിയപ്പോൾ 6 or 7 ഞാൻ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ലഞ്ച് കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു 7 മണിയോളം ആയപ്പോഴത്തേന് എനിക്ക് വിശക്കാൻ തുടങ്ങി. സാധാരണ ഞാൻ ലഞ്ച് കഴിക്കുന്ന 2 മണിയൊക്കെ ആകുമ്പോഴാണ്. അങ്ങനെ ഞാനവിടെ വണ്ടി വെച്ചിട്ട് അപ്പോഴും ഒരു സുഖത്തിലാണ് ഞാൻ. ഐ കാൺട്ട് എക്സ്പ്ലെയിൻ, സീരിയസ്ലി ഐ കാൺട്ട് എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻ. ഞാൻ ആ റോഡ് ക്രോസ് ചെയ്ത് വന്നു. ഞാൻ അവിടെ വന്നു 2 പൊറോട്ടയും ഒരു കുറുമ കറിയും ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ അത് സെൽഫ് സർവീസാണ്. ഞാൻ പിന്നെ അവർ എടുത്ത് വെച്ചപ്പോൾ ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നു. ഇരുന്ന് ഞാൻ കഴിക്കാൻ തുടങ്ങി. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സത്യത്തിൽ ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് ഫോർവേഡിലേക്ക് പോയപ്പോഴത്തേക്ക് ഞാൻ കഴിക്കുന്ന ഞാൻ അറിയാനും തുടങ്ങി. ഇറ്റ് വാസ് ഗോൺ. എനിക്ക് എന്താണോ ഫീൽ ചെയ്തിരുന്നത് അത് പോയിരുന്നു. വാട്ട് ഹാപ്പൻ ദെയർ എന്ന് പറയുന്നത് ഈ കൈൻഡ് ഓഫ് അൺഎക്സ്പ്ലെയിനബിൾ ആണ്. ഒരു സ്പിരിച്വൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അന്ന് അവിടെ എന്താണ് സംഭവിച്ചത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ വൈ ദാറ്റ് ഹാപ്പൻ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈസ് ദാറ്റ് ഡ്യൂ ടു ഗംഗാമ്മ? അതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അത് ഗംഗാമ്മയെ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രഭാവം കൊണ്ടാണോ, ശുദ്ധബോധത്തിന് അടുത്തെത്തിയതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണോ? എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം വളരെ ഹൈലി സാത്വികമായിട്ടുള്ള ഒരു സ്പിരിച്വൽ മൈൻഡുള്ള ആളുകൾ ആ ഹോളിലുണ്ടായിരുന്നു. എനിക്കറിയാം അവിടെ ലൈക്ക് എബോ നോർമൽ കോൺഷ്യസ്നസിന് മേലുള്ള ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. ഇൻക്ലൂഡിങ് ഡേവിഡ് ഗോഡ്മാൻ അവിടെ ഉണ്ടായിരുന്നു. സോ ആരുടെ ഒരു കോൺഷ്യസ് എഫക്റ്റാണ് ഇതിൽ ഉണ്ടായത്?
അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടുള്ള കളക്റ്റീവ് എഫക്റ്റ് ആണോ എന്നിൽ ഉണ്ടായത് എനിക്കറിയില്ല. ബട്ട് ഇറ്റ് വാസ് പ്രെറ്റി ഗുഡ്. ആ സമയത്ത് ഒരു സുഖമായിരുന്നു. ലൈക്ക് നമ്മൾ ഇൻടോക്സിക്കേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചാലാണ് നമുക്ക് ഈ സുഖം ഉണ്ടാകുന്നത്. അത് ഉപയോഗിക്കാതെ വർഷങ്ങളോളം, ഞാനിത് പണ്ട് സ്മോക്കൊക്കെ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വർഷങ്ങളായി ഇപ്പോൾ. അപ്പോൾ ചെയ്യാതിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആ സുഖം ഒരു എക്യുപ്മെൻറ്റിൻ്റെ, ഒരു ടൂളിൻ്റെ സഹായമില്ലാതെ അന്ന് അനുഭവിക്കാൻ കഴിയുന്നുള്ള എനിക്കെല്ലാം സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊന്ന് 3 or 4 days ഞാൻ വീണ്ടും തിരുവണ്ണാമലയിൽ ഉണ്ടായിരുന്നു. അത്രയും ഡേ ഞാൻ ഗംഗാമ്മയുടെ സത്സംഗത്തിനെല്ലാം പോയിരുന്നു. ബട്ട് നത്തിങ് ഹാപ്പൻഡ്. കാരണം ഞാൻ പിന്നീട് പോയ ദിവസങ്ങളൊന്നും സംഭവിച്ചില്ല. നോക്കൂ, ഞാൻ പിന്നീട് പോയ ദിവസങ്ങളിൽ ഐ വാസ് നോട്ട് ട്രൈങ് ഫോർ എനിത്തിങ്. എനിക്ക് ഒരു കോൺഷ്യസ് എഫേർട്ടിലൊന്നും നടക്കില്ല എന്ന് എനിക്കറിയാം. കാരണം എഫേർട്ട്ലെസ് ആയി മാത്രമേ ചില കാര്യങ്ങൾ സംഭവിക്കുള്ളൂ. നമ്മുടെ യാത്രയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എഫേർട്ട്ലെസ് ആയിട്ട് സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്, അന്ന് ആ ദിവസം സംഭവിച്ച ഒരു അനുഭവം എൻ്റെ ആറ്റിറ്റ്യൂഡിലൊരു ഷിഫ്റ്റ് ഉണ്ടാക്കി എന്നുള്ള സത്യമാണ്. അപ്പോൾ ഞാൻ ലൈക്ക് എഫേർട്ട്ലെസ് ആയിട്ട് സംഭവിച്ചോട്ടെ, വൈ ആം ഐ ലുക്കിംഗ്, ലൈക്ക് ഒരാൾ ജ്ഞാനിയാണോ എന്ന് അറിയാൻ ശ്രമിക്കേണ്ടതില്ല എന്നൊരു ബോധം എനിക്കന്നുണ്ടായി. പലപ്പോഴും എല്ലാ മനുഷ്യരും ജ്ഞാനിയാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അത് എത്ര പേര് സ്വയം തിരിച്ചറിഞ്ഞു എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് അറിഞ്ഞവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് ചോദിക്കാൻ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയായിരിക്കും ഞാൻ അന്നും അവിടെ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അത് ശ്രമിക്കേണ്ട കാര്യമില്ല എന്നെനിക്ക് അന്ന് തോന്നി. ഒരു പ്രൊഫൗണ്ട് റിയലൈസേഷൻ ആയിരുന്നു. എനിവേ പിന്നീട് ഞാൻ ആ ഒരു അനുഭവം റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ തിരിച്ച് ഗംഗാമ്മയുടെ അടുത്ത് പോകുമ്പോൾ ആ അനുഭവം റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം നോക്കൂ, ഇതെല്ലാം വെറും എക്സ്പീരിയൻസുകൾ മാത്രമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്കോ എനിക്കോ വേണ്ട കാര്യമില്ല. ആൻഡ് ദിസ് ഡസൻറ്റ് മാറ്റർ. ഈ എക്സ്പീരിയൻസുകൾ ഇങ്ങനെ വന്നും പോയൊക്കെ നിൽക്കും. വാട്ട് വി നീഡ് ഈസ് ടു റെസ്റ്റ് ഓൺ ദി സെൽഫ് എഫേർട്ട്ലെസ് ആയിട്ട് സെൽഫിൽ റെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് മറക്കാതിരിക്കുക. താങ്ക് യു.